Dear students, welcome to the first module of Phytogeography. Phyto എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ് എന്നാണ് അർത്ഥം അല്ലേ? ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദി എർത്ത്. അതായത് ഫൈറ്റോജിയോഗ്രഫി മീൻസ് ദി സ്റ്റഡി ഓഫ് വെയർ പ്ലാന്റ്സ് ലീവ് ഓൺ എർത്ത് ആൻഡ് വൈ. അതായത് നമ്മൾ ബോട്ടണിയിൽ എന്നതാ പഠിക്കുന്നത്, ഈ പ്ലാന്റ് ഏതാണ്, പ്ലാന്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഫൈറ്റോജിയോഗ്രഫിയിൽ നമ്മൾ ചോദിക്കുകയാണ് വൈ ദിസ് പ്ലാന്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഹിയർ. വേറെ എവിടെയും കാണാതെ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഈ പ്ലാന്റ് കാണുന്നത്, അല്ലെങ്കിൽ ഈ പ്ലാന്റ് എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇത്രയും ജോഗ്രഫിക്കലി എവിടെയൊക്കെയാണ് അത് കാണുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഫൈറ്റോജിയോഗ്രഫിയിൽ പഠിക്കുന്നത്. സോ ടുഡേ വി വിൽ ആൻസർ 3 questions. വാട്ട് എക്സാക്ട്ലി ഈസ് ഫൈറ്റോജിയോഗ്രഫി, വാട്ട് റൂൾസ് ഡിസൈഡ് വേർ എ പ്ലാന്റ് ക്യാൻ ലിവ്, ആൻഡ് വാട്ട് ഫാക്ടേഴ്സ് കൺട്രോൾ plant distribution. So what is phytogeography? നമ്മൾ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഇറ്റ് സ്റ്റഡീസ് വെയർ പ്ലാന്റ്സ് ആർ ഫൗണ്ട് ആൻഡ് വൈ ലുക്കിംഗ് അറ്റ് എൻവയോൺമെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ടുഗദർ. എവിടെയാണ് ഒരു പ്ലാന്റ് കാണുന്നത്, എന്തുകൊണ്ടാണ് ആ പ്ലാന്റ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ഫൈറ്റോജിയോഗ്രഫി ഈസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസ് across the earth's surface, together with the environmental, historical and evolutionary factors that determine these patterns. നമുക്കറിയാം ആൾക്കാർ പല സ്ഥലങ്ങളിൽ പോയി പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ പല കൺട്രീസിലൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലേ. അതുപോലെ തന്നെ അതിന് പകരം പ്ലാന്റ്സിനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഹ്യൂമൻ ജിയോഗ്രഫി പോലെ തന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ അവിടെ പോയി അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്, അവിടെ കൂടുതൽ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ടാണ് വേറെ സ്ഥലത്തേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നതും അവിടെ സെറ്റിൽ ചെയ്യുന്നതും അല്ലേ. സെയിം അതുപോലെ തന്നെയാണ് പ്ലാന്റ്സും. ഫൈറ്റോജിയോഗ്രഫി ആസ് ദ സെയിം അബൌട്ട് പ്ലാന്റ്സ്. സോ ഇറ്റ് ബോറോസ് ടൂൾസ് ഫ്രം 5 സബ്ജക്ട്സ്. ബോട്ടണി, നമുക്ക് ആ പ്ലാന്റിനെ അറിയണം അല്ലേ. ഇക്കോളജി, സറൗണ്ടിങ്സ്, അതിൻ്റെ ആ ലിവിങ് കണ്ടീഷൻസ് എന്താണ്, അതിൻ്റെ ഇൻ്ററാക്ഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയണം. ജിയോളജി, എർത്തിൻ്റെ ഹിസ്റ്ററി, എർത്തിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്കറിയണം. ആൻഡ് ക്ലൈമറ്റോളജി, നോയിങ് ദി വെതർ പാറ്റേൺസ്. ആൻഡ് ഓൾസോ എവല്യൂഷണറി ബയോളജി, നോയിങ് ഹൗ ദീസ് സ്പീഷീസ് ചേഞ്ച്ഡ് ഓവർ ടൈം. ഓക്കെ, ദെൻ ഫൈറ്റോജിയോഗ്രഫി ഹാസ് 2 major branches. They are ecological phytogeography and historical phytogeography. Ecological phytogeography means study present day distribution of plants in relation to current environmental factors. ഇപ്പോൾ എവിടെയാണ് പ്ലാന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കറൻ്റ്ലി, ബേസ്ഡ് ഓൺ ദെയർ കറൻറ്റ് ക്ലൈമറ്റ്, സോയിൽ ആൻഡ് ബയോട്ടിക് ഇൻറ്ററാക്ഷൻസ്. ഹിസ്റ്റോറിക്കൽ ഫൈറ്റോജിയോഗ്രഫി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺസ് ഓഫ് പ്ലാന്റ്സ് ഇൻ റിലേഷൻ ടു പാസ്റ്റ് ഈവൻറ്റ്സ്. അതായത് പണ്ട് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, ക്ലൈമാറ്റിക് ചേഞ്ച്, മൈഗ്രേഷൻ, എവല്യൂഷൻ, എക്സ്റ്റൻഷൻ, അങ്ങനെ പല ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് നടന്നിട്ടുണ്ടല്ലോ. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് പഴയത് ഹിസ്റ്ററിക്കലായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ ഫൈറ്റോജിയോഗ്രഫി. സോ എക്കോളജിക്കൽ ഫൈറ്റോജിയോഗ്രഫി പ്രസൻറ്റ് ടൈമാണ് ഫോക്കസ് ചെയ്യുന്നത്. വാട്ട്സ് ഹാപ്പനിങ് നൗ, ക്ലൈമറ്റ്, സോയിൽ, ബയോട്ടിക് ഇൻട്രാക്ഷൻസ് ഓഫ് ടുഡേ. ഹിസ്റ്റോറിക്കൽ ഫൈറ്റോജിയോഗ്രഫി എന്ന് പറയുന്നത് പാസ്റ്റ് ടൈമാണ് ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻഡ് ലോങ് എഗോ, ലൈക്ക് കോണ്ടിനെൻറ്റ്സ് മൂവിങ്, ഐസ് ഏജസ്, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ? മെയിനായിട്ട് 5 ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ആണുള്ളത് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനെ ഗവേൺ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ കൺട്രോൾ. നമുക്കറിയാം ഒരു മാംഗോ ട്രീക്ക് അന്റാർട്ടിക്കയിൽ വളരാൻ കഴിയില്ല അല്ലേ, ബിക്കോസ് ഇറ്റ്സ് സിംപ്ലി ടു കോൾഡ്. അപ്പോൾ എല്ലാ പ്ലാന്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ ഉണ്ട്, വേർ ഒപ്റ്റിമം ടെമ്പറേച്ചർ, വാട്ടർ ആൻഡ് ലൈറ്റ് ഈസ് അവൈലബിൾ. സോ അതിന് പുറത്തേക്ക് അതിന് വളരാനോ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനോ സാധിക്കില്ല. സോ നോ പ്ലാന്റ് ക്യാൻ ലിവ് വേർ ഇറ്റ്സ് ബോഡി കോൺ കോപ്പ്. സോ it cannot survive outside the range of conditions, outside the optimal range of conditions like temperature, moisture, light, soil, its physiology can't tolerate. So അതാണ് എൻവയോൺമെൻറ്റൽ കൺട്രോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഈസ് കൺസ്ട്രെയിൻഡ് ബൈ വിച്ച് എവർ സിംഗിൾ ഫാക്ടർ ഈസ് ക്ലോസസ്റ്റ് ടു ഇറ്റ്സ് ടോളറബിൾ മിനിമം ഓർ മാക്സിമം. അതായത് എല്ലാ
ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ എൻവയോൺമെൻറ്റൽ കോംപ്ലക്സ് നമ്മൾ പഠിച്ചു അല്ലേ. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക് ഫാക്ടേഴ്സ് ഉണ്ട്, സോയിൽ എഡാഫിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ബയോട്ടിക് ഇൻറ്ററാക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു പ്ലാന്റിൻ്റെ സർവൈവലിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷേ ഇതിലേതെങ്കിലും എല്ലാ കണ്ടീഷൻസും പെർഫെക്റ്റ് ആണെങ്കിലും അതിലൊരു കണ്ടീഷൻ, എല്ലാ കണ്ടീഷൻസും പെർഫെക്റ്റ് ആണ്, ടെമ്പറേച്ചർ ഉണ്ട്, ബയോട്ടിക് ഇൻട്രാക്ഷൻസ് എല്ലാം ഉണ്ട്, പക്ഷേ ലൈറ്റ് ഇല്ല, ക്യാൻ പ്ലാന്റ് സർവൈവ്? ഇല്ല, പ്ലാന്റ്സിന് അങ്ങനെ ഒരു ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ എല്ലാ കണ്ടീഷൻസും പെർഫെക്റ്റ് ആണെങ്കിലും വൺ മിസ്സിംഗ് തിങ് ക്യാൻ സ്റ്റോപ്പ് എ പ്ലാന്റ് ഫ്രം ഗ്രോയിങ്. ഇനി ഇഷ്ടംപോലെ സൺലൈറ്റ് ഉണ്ട്, നല്ല സോയിലുണ്ട്, പക്ഷെ വാട്ടർ ഇല്ലെങ്കിൽ അതിന് വളരാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാ ഫാക്ടേഴ്സും, ഒരു ഫാക്ടർ അതിന് ആവശ്യത്തിനില്ലെങ്കിൽ അതിന് വളരാൻ കഴിയില്ല. അങ്ങനെയുള്ള അതിൻ്റെ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്ന ആ ഫാക്ടേഴ്സിനെയാണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ലിമിറ്റിംഗ് ഫാക്ടേഴ്സായിട്ട് വരുന്ന എല്ലാ ഫാക്ടേഴ്സും അതിന് വേണ്ട അളവിൽ, അതിൻ്റെ മിനിമം അളവിലെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ആ പ്ലാന്റിന് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ കണ്ടിജൻസി. So historical contingency means the present distribution pattern of plants reflect a taxon's geological and evolutionary history. അതായത് അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അത് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള, അതിൻ്റെ മൈഗ്രേറ്റ് ചെയ്ത് വന്നതായിരിക്കും ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാസ്റ്റ് ബാരിയേഴ്സ്, എക്സ്റ്റിങ്ഷൻ ഈവൻറ്റ്സ്, ഇതെല്ലാം കൂടെ ചേർന്നതാണ് അതിൻ്റെ പ്രസൻറ്റ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ കണ്ടിജൻസി. അതായത് ചിലപ്പം അത് ഒറിജിനേറ്റ് ചെയ്ത സ്ഥലത്തായിരിക്കത്തില്ല ഇപ്പോൾ അത് വളരുന്നത്. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് അത് ഒറിജിനേറ്റ് ചെയ്ത സ്ഥലത്തിന് പറ്റുന്നതായിരിക്കത്തില്ല. കോണ്ടിനെൻറ്റ്സ് മൂവ് ചെയ്തു, അല്ലെങ്കിൽ ക്ലൈമറ്റിൽ പല സ്ഥലങ്ങളിൽ ചേഞ്ചസ് ഉണ്ടായി. ആ കാരണങ്ങളാലൊക്കെ ഇപ്പോഴത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് അതിൻ്റെ ജോഗ്രഫി എന്ന് പറയുന്നത് മേ നോട്ട് ബി അറ്റ് ദി പ്ലേസ് ഓഫ് ഇറ്റ്സ് ഒറിജിൻ, അല്ലെങ്കിൽ അത് മൈഗ്രേറ്റ് ചെയ്ത് ഒത്തിരി ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് പാസ്റ്റ് ഈവൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രസൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡിസ്പേഴ്സൽ ആൻഡ് ബാരിയേഴ്സ്. എ സ്പീഷീസ് ക്യാൻ ഓൺലി ഒക്കർ ദി ടെറിറ്ററി ഇറ്റ് ഹാസ് റീച്ച്ഡ്. അതിന് ഒരു പുതിയ പ്ലേസിലേക്ക് എത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു സോഴ്സ് വേണം അല്ലേ. വിൻഡ് അല്ലെങ്കിൽ വാട്ടർ, അനിമൽസ്, ബേർഡ്സ്, അത് ഏതെങ്കിലും ഒരു സോഴ്സിൽ കൂടെ മാത്രമേ പുതിയ ടെറിറ്ററീസിലേക്ക് അതിന് എത്താൻ പറ്റുള്ളൂ. ഏത് ടെറിറ്ററിയിലാണോ അത് എത്തിയത് അവിടെ അത് വളരും. അതിൻ്റെ കണ്ടീഷൻസ് ഫേവറബിൾ ആണെങ്കിൽ ആ ടെറിറ്ററിയിൽ അവിടെ അത് വളരും അല്ലേ. അപ്പോൾ ഈ ഡിസ്പേഴ്സലിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്, ലൈക്ക് ഓഷ്യൻസ്, മൗണ്ടെയ്ൻസ്, ഡെസേർട്ട്സ്, അൺസ്യൂട്ടബിൾ ക്ലൈമറ്റ് ബെൽറ്റ്സ്. ഇതെല്ലാം ഡിസ്പേഴ്സലിനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ബാരിയേഴ്സാണ്. ഈ ബാരിയേഴ്സ് ഇല്ലെങ്കിൽ പ്ലാന്റ്സ് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ. എ സ്പീഷീസ് മേ ബി ലോക്കലി ആബ്സെൻറ്റ് ഈവൻ വിത്തിൻ ഇറ്റ്സ് ടോളറബിൾ റേഞ്ച് ഇഫ് കോമ്പറ്റേറ്റീവ് സുപ്പീരിയർ ecologically similar species already occupy that niche. അതായത് ബീങ് ഏബിൾ ടു സർവൈവ് ഈസിൻറ്റ് ഇനഫ്, യു ഓൾസോ നീഡ് ടു വിൻ ദി കോമ്പറ്റീഷൻ. കാരണം എല്ലാ ക്ലൈമറ്റ്, ഒരു പ്ലാന്റ് ഒരു ടെറിറ്ററിയിലെത്തി, ക്ലൈമറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ എല്ലാ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എല്ലാം അവൈലബിൾ ആണ്, അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെറിറ്ററിയാണ്. പക്ഷേ എ സ്ട്രോങ് കോമ്പറ്റീറ്റീവ് പ്ലാന്റ് ഹാസ് ഓൾറെഡി ടേക്കൺ ഓവർ ദി സ്പോട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ പ്ലാന്റിനെ കോമ്പീറ്റ് ചെയ്ത് അവിടെ സർവൈവ് ചെയ്യാൻ പുതിയ പ്ലാന്റിന് കഴിയണമെന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ. സോ ദീസ് ആർ ദി 5 principles that control plant distribution. First one is environment has a role. Then there are limiting factors that control plant distribution. The past still decide the present distribution. There are barriers for dispersal. Then competitive exclusion. And next is the factors which affect plant distribution. Mainly 6 factors that control plant distribution. ഫസ്റ്റ് വൺ ഈസ് നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചതാണ്, പ്ലാന്റിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ. അതുതന്നെയാണ് ഇവിടെയും മെയിനായിട്ട് വരുന്നത്. ദീസ് 6 factors act as 6 different check points a plant must pass to live somewhere. ഒന്നാമതായിട്ട് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻ, ലൈറ്റ്, ഹ്യൂമിഡിറ്റി, വിൻഡ്, അതൊക്കെയാണ് വരുന്നത്. അതായത് ഇറ്റ് ഡിസൈഡ്സ് എ ബിഗ് പിക്ചർ.
ഏത് ടൈപ്പ് ഓഫ് ബയോമാണ് എന്നുള്ളത് ഈ ഒരു ക്ലൈമാറ്റിക് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഡെസേർട്ടാണോ, റെയിൻ ഫോറസ്റ്റ് ആണോ, അല്ലേ? സെറ്റ് ബ്രോഡസ്റ്റ് ലിമിറ്റ്സ് ഡിറ്റർമിൻ പോസിബിൾ ബയോം ടൈപ്പ്. ദെൻ സെക്കൻഡ് വൺ ഈസ് എഡാഫിക് ഫാക്ടേഴ്സ്. സോയിൽ ടൈപ്പ്, pH, ന്യൂട്രിയൻ സ്റ്റാറ്റസ്, സലൈനിറ്റി, ഡ്രെയിനേജ്, ഇതെല്ലാം എഡാഫിക് ഫാക്ടേഴ്സാണ്, അല്ലേ? ചെറിയ, അതായത് ഫൈനൽ ഡീറ്റെയിൽസിനെയാണത് ഡിസൈഡ് ചെയ്യുന്നത്. വിച്ച് എക്സാക്ട് സ്പീഷീസ് ഗ്രോ ഇൻ ദാറ്റ് റീജിയൻ, അത് എഡാഫിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ദെൻ ടോപ്പോഗ്രഫി ഫാക്ടേഴ്സ് ആർ ദ ലൈക്ക് ഓൾട്ടിറ്റ്യൂഡ്, ആസ്പെക്ട്, സ്ലോപ്പ്, ലാറ്റിറ്റ്യൂഡ് എക്സെട്ര. ഇറ്റ് മോഡിഫൈസ് ദി ക്ലൈമറ്റ് ലോക്കലി. ഡയറക്റ്റ് ആയിട്ടല്ല അത് അഫക്റ്റ് ചെയ്യുന്നത്. ആ ക്ലൈമറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് പലപ്പോഴും ടോപ്പോഗ്രഫി ഫാക്ടേഴ്സാണ്. സോ എ ഹിൽ ടോപ്പ് ഈസ് കോൾഡർ ദാൻ എ പ്ലെയിൻസ് നിയർ ബൈ, അല്ലേ? അപ്പോൾ അത് ആ ഒരു ടോപ്പോഗ്രഫിയുടെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇത് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യും. ദെൻ ദർ ആർ ബയോട്ടിക് ഫാക്ടേഴ്സ് ലൈക്ക് കോമ്പറ്റീഷൻ, ഹെർബിവോറി, പോളിനേഷൻ, സിംബിയോസിസ്, ഹ്യൂമൻ ആക്ടിവിറ്റി എറ്റ്സെട്ര. ഇറ്റ് ഡിറ്റർമിൻ ദി റിയലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ വിത്തിൻ എ ടോളറബിൾ റേഞ്ച്. ആ കോമ്പറ്റീഷനകത്ത് വിൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബെനിഫിഷ്യൽ സ്പീഷീസ് അവൈലബിൾ ആണെങ്കിൽ ഒക്കെയാണ് അവിടെ ആ പ്ലാന്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഹിസ്റ്റോറിക്കൽ ആൻഡ് ജിയോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, പാസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്, ഇഷ്ടംപോലെ ഐസേജസും ഹൈ ടെമ്പറേച്ചർ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അതെല്ലാം ഈ പ്ലാന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്നുണ്ട്. മൗണ്ടൻ ബിൽഡിംഗ്, ലാൻഡ് ബ്രിഡ്ജസ് എറ്റ്സെട്ര. സോ ദിസ് എക്സ്പ്ലെയിൻ ചില പ്ലാന്റ്സ് ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം നമ്മൾ, അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണപ്പെടുന്നു എന്ന് പറയുന്ന ചില പ്ലാന്റ്സ് ചിലപ്പോൾ ഒത്തിരി ദൂരെ ഓസ്ട്രേലിയയിൽ കാണപ്പെടാം. അപ്പോൾ അങ്ങനെ അതെല്ലാം ആ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിൻ്റെയൊക്കെ റീസണായിട്ടാണ്. എക്സ്പ്ലെയിൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് relict distribution and dispersal related. Seeds, spores, dispersal mechanisms, vectors, geographical barriers ഒക്കെ പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് മെത്തേഡാണ്, ഏത് സോഴ്സാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? വാട്ടർ ആണെങ്കിൽ ആ ഒരു വാട്ടർ അവിടെ ഉണ്ടാവണം, അല്ലേ? സോ ഇറ്റ് ഡിറ്റർമിൻസ് വെദർ എ സ്പീഷീസ് ക്യാൻ ആക്ച്വലി റീച്ച് എ ടെറിട്ടറി ഓർ എ ഹാബിറ്റാറ്റ്. So next is human influence on plant distribution. Humans have become one of the most powerful forces changing where plants can grow. നേച്ചർ എങ്ങനെയാണോ പ്ലാന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അതിനേക്കാളും ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ ഹ്യൂമൻ ഇൻഫ്ലുവൻസ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്നത്. സോ മെയിനായിട്ട് 4 തരത്തിലാണ് ഹ്യൂമൻ ബീങ്സ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡെലിബറേറ്റ് ഇൻട്രൊഡക്ഷൻ. ക്രോപ്സ്, നമ്മുടെ അഗ്രികൾച്ചറൽ ക്രോപ്സ്, ഓർണമെൻ്റൽ സ്പീഷീസിനൊക്കെ നമ്മൾ പുതിയ സ്ഥലങ്ങളിലേക്ക് ഡെലിബറേറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബിയോണ്ട് ദെയർ നേറ്റീവ് റേഞ്ച്. നമ്മുടെ റബ്ബർ തന്നെ അതിനൊരു എക്സാമ്പിളാണ്, അല്ലേ? ദെൻ ആക്സിഡൻ്റൽ ഇൻട്രൊഡക്ഷൻ. ഇൻവേസീവ് സ്പീഷീസിനൊക്കെ നമ്മൾ നല്ല ക്രോപ്പ് പ്ലാന്റ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ചിലപ്പം ഇൻവേസീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നുണ്ട്. അത് ഇൻവേസീവ് പ്ലാന്റ്സ് അത് വന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേറ്റീവായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സിനെ അത് സ്വാധീനിക്കും. ഒരു പ്ലാന്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ. ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പം ഫോറസ്റ്റിനെയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നാച്ചുറലായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിനെ അത് ഫ്രാഗ്മെൻറ്റ് ചെയ്യും. നേറ്റീവ് റേഞ്ചസിനെ അത് ഷ്രിങ്ക് ചെയ്യും. Okay, cutting forest shrinks the areas where native plants can survive. Then finally climate change. Human activitiesന്റെ ഫലമായിട്ടാണ് ക്ലൈമറ്റിൽ ചേഞ്ച് വരുന്നത്, അല്ലേ? റൈസിങ് ടെമ്പറേച്ചേഴ്സ് ആർ ഷിഫ്റ്റിംഗ് വിച്ച് സോൺസ് ആർ ഈവൻ സർവൈവബിൾ ഫോർ എ സ്പീഷീസ്. So to summarize, phytogeography explains plant distribution using both present-day environmental factors and past historical or evolutionary events governed by 5 key ecological principles. Environmental control, limiting factors, historical contingency, dispersal and barriers, competitive exclusion. അങ്ങനെ 5 പ്രിൻസിപ്പിളാണുള്ളത്. 6 ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ക്ലൈമാറ്റിക്, എഡാഫിക്, ടോപ്പോഗ്രഫിക്, ബയോട്ടിക്, ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ, ഡിസ്പേഴ്സൽ റിലേറ്റഡ്, പ്ലസ് ഹ്യൂമൻ ആക്ടിവിറ്റി ആസ് എ ഗ്രോയിങ് മോഡേൺ ഫാക്ടർ. That's all about phytogeography and introduction. Thank you.